മുടങ്ങിയത്. 2 മാസത്തെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പവർ കട്ട് ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശാണ്. ഹരിയാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇതിലുണ്ടാവും. ഞാൻ ഇവര് പറഞ്ഞതിനെ പറ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വയനാടിനെ കുറിച്ച് പറയുമ്പോഴൊക്കെല്ലാം എനിക്ക് ഇവരുടെ ഒരു മുഖം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടുകാരെ അപമാനിക്കുന്ന വിധത്തിൽ ഇവരൊരു വർത്തമാനം പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിതിങ്ങനെ കാണിച്ചു തരണമെന്നൊരു തോന്നൽ എനിക്കുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. യു മസ്റ്റ് വാച്ച് ഇറ്റ്. എന്താണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ കൊടുക്കില്ല. ഇഫ് ദർ ഇസ് എനി സ്ലൈറ്റ് പ്രോബ്ലംസ് ഔട്ട് ദിയർ, അവരതിനൊരു ബിഗ് സംഭവമായിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് പ്രദർശിപ്പിക്കും. വയനാട്ടിൽ ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്ന വീടുകളൊക്കെ തകർന്ന് തരിപ്പണായി പണ്ടാറടക്കിയിരിക്കുന്നിട്ടാ എന്ന രീതിയിലായിരിക്കും വാർത്തകളെല്ലാം കൊടുക്കുക. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇതൊന്ന് കണ്ടു നോക്കി, നിങ്ങൾ കണ്ടിട്ട് പറ. സർക്കാർ ടൗൺഷിപ്പിൽ ഇപ്പോൾ വീടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 7 ഗുണഭോക്താക്കളെ വിളിച്ചു കഴിഞ്ഞു. അതിലെ ഒരു വീടിന്റെ താക്കോലാണ് ഈ കാണുന്നത്, നൌഷാദിന്റെ വീട്. നൌഷാദ് മുണ്ടക്കൈ സ്വദേശിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ 3A199 അതാണ് ഈ വീടിന്റെ നമ്പർ. നൌഷാദാണ് ഈ നിൽക്കുന്നത്. വീടിന്റെ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇന്ന് താക്കോല് തന്നു. ഇനി നമുക്ക് എന്ന് വേണേലും വന്ന് കൂടാം. കുഴപ്പമൊന്നുമില്ല. വീട് കണ്ടത് നൌഷാദിന്റെ വർത്തമാനമാണ്. ഏതെങ്കിലും ഒരു മാപ്പറ പോയിട്ട് വരയുണ്ട് വിള്ളലുണ്ട് എന്ന് പറഞ്ഞ വർത്തമാനമല്ല. ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വർത്തമാനം പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് ഇതെടുത്തത്. താങ്കൾ അനുവാദം എനിക്ക് കിട്ടിയിട്ടില്ല. താങ്കൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഉപയോഗിച്ച് താങ്കൾ പരാതി ഒന്നും ഉണ്ടാവില്ല എന്ന വിചാരത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത്. കേൾക്കാം. വീട് കണ്ട സന്തോഷമുണ്ട്. നമ്മള് ഇടയ്ക്ക് വന്ന് നോക്കുന്നതാണ്. ഇപ്പൊ പെയിന്റിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഹർത്തവര വിള്ളലാണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഉള്ള വിഷയങ്ങളിലും അത് പിന്നെ വര ഉണ്ടെന്ന് പറഞ്ഞതും പിന്നെ അറേഞ്ച് വ്യത്യാസം വന്നെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഞാൻ കണ്ടിട്ടില്ല. അത് ഓരോരുത്തരുടെ വീടിന്റെ കാര്യങ്ങളല്ലേ. അത് എന്റെ വീടിനുണ്ടെങ്കിലല്ലേ ഞാൻ പറയാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എനിക്ക് നന്നായിട്ട് കണ്ട. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ കണ്ടത് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം 2 ബെഡ്റൂം. എന്തായാലും അദ്ദേഹം അതിന് വളരെ വൃത്തിയായിട്ടാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. കാര്യങ്ങളൊക്കെ സുർജിത്ത് അയ്യപ്പത്തിന് ചോദിക്കുന്നു. ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇനി കുറച്ച് ആളുകളും കൂടി ചേർക്കാനുണ്ട് വീടിന്റെ കാര്യത്തിൽ. ആളുകൾ ഒരു വലിയ കൺഫ്യൂഷൻ അതാണ്. ഇനിയും ചേർക്കപ്പെടാൻ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അവഗണിക്കുമോ എന്നുള്ളതാണ് ആളുകളുടെ കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് അത്രയ്ക്ക് ഒരു വലിയ ഭൂപ്രദേശമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അവഗണിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാർക്ക് കൂടി വേണമെങ്കിൽ വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന അത്ര സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ ടൗണാണ്. ഒരു വലിയ ടൗൺ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ടൗണിനുള്ളിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി നിങ്ങൾ കാണുക തന്നെ വേണം. എന്റെ വീടാണിത്. പിന്നെ ഇതിന്റെ ചാവിയാണ് ഇന്ന് കിട്ടിയത്. ചാവി കിട്ടി. ഇനിയിപ്പോ ഇന്ന് തൊട്ട് നമുക്ക് എന്ന് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം, എപ്പോൾ വേണമെങ്കിലും താമസിക്കാം. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 178 പേരും പിന്നെ കുടുംബവും ഒന്നിച്ച് താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. 178 കുടുംബങ്ങളും ഒരുമിച്ച് താമസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ്. എന്തായാലും അദ്ദേഹം അത് ഓരോന്നും വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ദുരന്ത ബാധിതര് അവർ ഏറ്റവും ആഗ്രഹിച്ച, അവരെ ഏറ്റവും കൂടുതൽ കാത്തുനിന്ന ആ സ്വപ്ന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്കുള്ള വീടിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് അവര് വീടുകൾ കയറി എല്ലാം നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്ര സന്തോഷമുള്ള കാഴ്ചയാണ് അത് അറിയോ? 3ാമത്തെ സോണിലെ 7 വീടുകളാണ് പൂർണ്ണമായിട്ടും താമസയോഗ്യമായിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടുത്തെ 7 വീട്ടിലെ താമസക്കാർക്ക് എപ്പോഴാണ് അവിടെ താമസിക്കാം. പക്ഷെ അവരൊരു പൊതുവായ തീരുമാനമുണ്ട്. ഈ 178 വീടുകളിൽ എല്ലാവർക്കും എല്ലാവർക്കും താമസിയോ. ഈ 178 വീടുകളാണ് ആദ്യമായിട്ട് നൽകുന്നത്. അടുത്ത വഴിയുടെ അത്ര തന്നെ സംഖ്യ അവിടെ നൽകാനുണ്ട്.
എന്തായാലും ആദ്യം ഇത് റെഡിയാവുന്ന ആ ഒരു 178 വീട്ടുകാരും ഒരുമിച്ച് അവിടേക്ക് താമസം മാറാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു കുറച്ച് വീടുകളൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് വയനാട്ടിലത്തെ വീടുകൾ തകർന്നിട്ടില്ല എന്നും അത് പണികൾ പതുക്കെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കി വെക്കൂ. ഈ മാപ്രകളും ഈ കോൺഗ്രസ്സുകാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ മുഴുവൻ മഹാ അബദ്ധങ്ങളാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിൽ വീണ് പോവാതിരിക്കുക എന്ന് മാത്രമാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.